ചാരു ടീനെ എടി ചാരു എണീക്കടി എടി ഒന്ന് വാടി എടി ചാരു പോയി നോക്കടേ എടി ഒന്നിങ്ങി വാടി ശല്യാണ് എവിടെ പെണ്ണാണെന്ന് വിളിക്കുന്നേ ഞാൻ ദേ ഇവിടെ ബാത്റൂമില് ഞാൻ അവിടെ പെട്ടെന്ന് എടി ബാത്റൂമിലേക്കാണോ നീ കിടന്ന് വാവാന്ന് എന്നെ വിളിക്കുന്നേ നാണുണ്ടോ നിനക്ക് ഈ ടാങ്കിലെ വെള്ളം തീർന്നു നീ മോട്ടർ ഉണക്കാൻ പറ അവരോട് നീ എന്നാ കുളി അവിടെ കിടന്ന് കുളിക്കുന്ന ടാങ്കിലെ വെള്ളം തീർക്കാൻ ആനെ കുളിയാ ഈ സമയത്തല്ല നിന്റെ ആളിന് തമാശ പറയണ്ട വേഗം പോയി മോട്ടർ ഉണക്കാൻ പറ മനുഷ്യന്റെ ഉറക്കവും കളയാൻ എനിക്കടി പറയാ പോ പെണ്ണേ എഴുന്നേറ്റേ മതി ഉറങ്ങിയത് എനിക്ക് ഇച്ചിരി കൂടെ ഉറങ്ങണം. എന്നാൽ നേരത്തെ ഉറങ്ങാണ്ട് ഉറക്കം നിൽക്കുന്നു. നേരത്തെ ഉറങ്ങിയോണ്ടോ കഷ്ടം പണ്ടാരല്ല ഞാൻ തന്നെ ചെയ്യണമല്ലോ രവിച്ചേട്ടാ ടാങ്കില് വെള്ളം തീർന്നു ഒന്ന് മോട്ടറിന്റെ സ്വിച്ച് ഇടാവോ? അയ്യോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ അടിച്ചു നിറച്ചാണല്ലോ. ഒരുത്തി അവിടെ പാതി കുളിച്ച് നിൽക്കുക. ഒന്ന് ഇടേട്ടോ. ഇങ്ങനെ എങ്ങനെ അവിടെയാണല്ലേ സ്വിച്ച്? ആ സ്വിച്ച് അവിടെയാ. നിറയ്ക്കാണ്ട് എന്നോട് പറഞ്ഞോ, ഞാൻ നിറച്ചോളാം കേട്ടോ. ഇത് ആർക്കാ പാല്? ചേട്ടൻ എല്ലാ ദിവസവും പാല് കുടിച്ച ശീലം? അയ്യേ ഇത് എനിക്കല്ല, മാഡത്തിനാ. മാഡം ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ജീവിതമാണ്. മാഡം ഈ ചായയോ കാപ്പിയോ അങ്ങനെയൊന്നും കുടിക്കത്തില്ല, പാല് മാത്രമേ കുടിക്കത്തുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ? സ്ട്രിക്റ്റ് ആണോന്നോ? കണ്ടാൽ പാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ചേട്ടാ ഞാൻ ജഗജില്ലിയാ. ആ പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് മാഡം. അതുകൊണ്ടെന്താ 45-50 വയസ്സായിട്ടുണ്ടല്ലോ, ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണോ? ആര് പറഞ്ഞു? അല്ല ഇവിടെ ഒരു പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് മനസ്സിലായതാ. മാഡം എന്തുണ്ടെങ്കിലും എന്നോട് പറയത്തുള്ളൂ. എന്നെ ഭയങ്കര കാര്യമാണ്. ഓ അങ്ങനെയാണല്ലേ? ഇങ്ങനെ തട്ടിയിട്ടാണ് അമ്മാനെ കൊണ്ടുവരാൻ, അല്ലാണ്ട് ഇവിടെ കഴിയില്ല. എന്നാ മോളെ ഇങ്ങനെ പൊറു പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് പിന്നെ ചേട്ടാ, ഞാനിപ്പോൾ കുറേ ഹോസ്റ്റലിൽ ഇങ്ങനെ മാറി മാറി വന്ന് നിന്നിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിലേ, ഇവിടെ വന്നിട്ട് ആ ചേട്ടൻ ഉണ്ടാക്കി തന്ന ഫുഡിന്റെ ആ ടേസ്റ്റും പിന്നെ ആ സ്നേഹവും ആ ഒരു പെരുമാറ്റവും ഒക്കെ ഒന്നും പറയാനില്ല. പൊക്കി പറയാന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അതിനത് പൊക്കി പറയാതിരിക്കുന്നത് ഇതൊക്കെ ഉള്ളതല്ലേ? ഇവിടെ നിൽക്കുവായിരുന്നാ? അതെടുത്ത് കുടിച്ചോ? എന്ത് പണിയാ കാണിച്ച? മാഡത്തിന് ഉള്ള പാലല്ലേ? എന്റെ പൊന്നു ചേട്ടാ, മാഡത്തിന് വേറെ പാല് കൊടുത്താൽ ഇങ്ങോട്ട് തന്നെ കൊടു. ചുമ്മാ മനുഷ്യനെ പിള്ള കളിക്കാനായിട്ട്. നിനക്ക് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അതെടുത്ത് കുടിക്കേണ്ടത്? ഇനി നമ്മൾ ഫീസ് കൊടുക്കുന്നല്ലേ, അവനെ എനിക്ക് കുടിക്കൊക്കെ ചെയ്യാം. അല്ല പിന്നെ ഇപ്പൊ ഇവിടുത്തെ റൂൾസ് എന്താണെന്നൊക്കെ ആർക്കറിയാം? എനിക്കാണെങ്കിലും ഉണ്ടല്ലോ അവളന്മാരുടെ നോട്ടം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞ് കയറി വരുന്നുണ്ട്. എന്തായാലും കയറി വന്നപ്പോൾ നല്ലൊരു ഡോസ് കൊടുത്തില്ലേ, അതെന്തായാലും നന്നായി. ഇനി എന്തായാലും വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അമ്മാവൻ ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നാലേ ശരിയാവത്തുള്ളൂ. വരുമോ? നമ്മളെ വിളിച്ച് എന്തായാലും വരും. അവന്തി അമ്മാവൻ എത്തിയിട്ട് വേണം അവളമാരൊരു പാഠം പഠിപ്പിക്കാൻ. പിന്നെ അതേ ചാരു, ബോംബെയിൽ ഞാൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും, ഞാൻ ആരാന്ന്. അതിന് നല്ല ഞാൻ ഡീൽ ചെയ്യണം. ഉണ്ടായിരിക്കും. എന്ത് പാടി പാടി ബോംബെ തള്ളു തള്ളു. നിങ്ങളിതുവരെ പോയില്ലേ? ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന മാഡത്തിന് ഇഷ്ടമല്ല. മാഡം വഴക്ക് പറയും. പോ. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കട്ടെ ചേട്ടാ? ഫുഡൊക്കെ ഞാൻ അവിടെ കൊണ്ടുതരാം. ഔട്ട് ഔട്ട് ഔട്ട്. ആ ചേട്ടാ പോണം. ആ ചാരു, ആ വൃത്തിയോടുകൾക്ക് എന്തൊരു ആരോഗ്യ. എന്റെ പല്ലൊരെണ്ണം പോയി നാളെ തോന്നണേ. ആ ജെന്നിഫറിങ് വന്നോട്ടെ, അവള് കൊടുത്തോളൂ ഇവർക്ക് എട്ടിന്റെ പണി. 2 ദിവസം കഴിഞ്ഞ ആൾമാര് വരുമല്ലോ, നമുക്ക് നോക്കാം. അതുവരെ ഇവളമാരെ കണ്ണിൽ പെടാതെ നടക്കണം.
ദേടി നോക്കിയടി ഒരു ചുള്ളൻ ചെക്കൻ. ഏതാടി ഇവൻ? ഇവനെന്താ ഇവിടെ കാര്യം? എനിക്കും അറിയില്ല. വാ, പോയി നോക്കാം. ആരെ കാണാൻ വന്നതാ? ഞാനിവിടെ ഈ എനിക്ക് മനസ്സിലായി, പെങ്ങൾക്ക് അക്കോമഡേഷൻ എടുക്കാൻ വന്നതല്ലേ? അല്ലല്ല അല്ലേ? പിന്നെ ചേന ലേഡീസ് മാത്രം താമസിക്കുന്നിടത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനേ ഈ സാധാരണ ഞങ്ങൾ പുരുഷന്മാരെ അകത്തേക്ക് കയറ്റാറില്ല. പിന്നെ ചേന കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു. ഗുഡ് നൈറ്റ് പ്ലീസ്. എന്റെ പേര് ആര്യ, ഇത് ദിവ്യ. ഞാൻ ഈ പിന്നെ എടി, ഇതാ മാറ്റർ വരുന്നതാ. അയ്യോ അയ്യോ മാഡം. അല്ല ഞാൻ അല്ല പവി, തനിക്ക് ഇവിടെ എന്താ ജോലി? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചാരു, കാണാൻ വേണ്ടി വന്നു. അയ്യ ചാരുതീരൊന്നുമില്ല, ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഇത് ഒരു സ്ത്രീകളുടെ ഹോസ്റ്റലാന്ന് അറിയില്ലേ? കടക്ക് പുറത്ത്. അല്ല ഞാൻ ഇവിടെ താമസത്തിന് വന്നതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പോണം, അത്രേ ഉള്ളൂ. ഓ അല്ലേ പിന്നെ ഇവിടെ താമസിപ്പിക്കാൻ പോവുകയല്ലേ? നിന്റെ സുഹൃത്ത് ബന്ധമൊക്കെ അതാ അവിടെ റോട്ടുമല്. ഈ പടിക്കകത്ത് പാടില്ല, മനസ്സിലായല്ലോ? ആ ഇറങ്ങിക്കോ. ഇറങ്ങാൻ ചൂടാവേണ്ട കാര്യം എന്തിനാ എനിക്കിങ്ങനെ വന്നത്? ആരാ ചൂടാവുന്നത്? പിന്നല്ലാതെ. ഇറങ്ങു പുറത്തെ. ആ ഇറങ്ങാതെ ഇവിടെ കാണാൻ വേണ്ടി ഒരാളെ വന്നാ കണ്ടിട്ട് പോകും. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞില്ലേ? പുരുഷന്മാര് പ്രവേശിച്ച് അകത്ത് കയറിയില്ലല്ലോ, ഇവിടെ ഇന്നല്ലേ ഉള്ളൂ. ഞാൻ ഫ്രണ്ടെ കണ്ട് പൊക്കോളാം. ചാരു, ഏയ്, നിർത്തടാ. ആഹാ, ചാരു, ഇവൻ എവിടെ പോയി കിടക്കുന്നേ? ഞാൻ കണ്ടിട്ട് പോകും. രവിയേ, പോവല്ലോ. രവിയേ, ഏത് രവി? ഓടി വന്നേ. എന്നാ വേണം? ഇത് നോക്ക്, ഇതിനെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടേ? ആരാ നീ? ഞാൻ ആരെയല്ലോ അവിടെ നിങ്ങൾക്ക് മാടത്തിന്റെ BP കേട്ടത് പുറത്ത് പോടാ. എങ്ങനെ പോ? ഞാൻ പോകത്തില്ല, കാണാൻ വന്നാ കണ്ടിട്ടേ പോകത്തുള്ളൂ. ആഹാ, പോകത്തില്ലെന്ന് മാഡം. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞല്ലേ? അതിനകത്തോട്ട് ആരും കയറില്ലല്ലോ, ഇവിടെ നിൽക്കുന്നത്. വലിയ കഷ്ടമല്ലോ, പുറത്തോടോ പോവാൻ മനസ്സില്ല. വെളിപ്പാ. ആടിച്ചിറക്കി വിടെ. ഒന്ന് കാണണമല്ലോ അത്. എന്താ മാഡം, എന്താ പ്രശ്നം? ഇതാരെ കാണാൻ വന്നതാ ഇവൻ? ഇതെന്റെ ഫ്രണ്ടാ മാഡം. ദേ, 3 പേരോടായിട്ട് ഒരു കാര്യം പറയാ. ഇന്ന് വരെ ഈ ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടികളും ഈ ഹോസ്റ്റലിന് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല. ഇറക്കി വിടി ഇവനെ. ഇറങ്ങിപ്പോൻ. ഇറങ്ങി പോയില്ലെങ്കിൽ ഇറക്കി വിടടോ. അപ്പം മാഡം വിചാരിക്കുന്ന പോലെ ഇവൻ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല, പാവം ചെറുക്കനാ. കണ്ടിട്ട് ഒരു ഫ്രോഡ് ഫ്രോഡ് ലുക്ക് എനിക്ക് പണ്ടേ ഉള്ളതാ, എന്റെ പാരമ്പര്യമായിട്ടുള്ളതാ, അപ്പൂപ്പന്മാരൊക്കെ ആയിട്ടുള്ളതാ. എന്ത് അത് പറ. പവി, നിങ്ങൾ 3 പേര് നല്ല കുട്ടികളാണെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ തന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇറക്കി വിടേണ്ടി വരും. ഇല്ല മാഡം, ഞങ്ങള് പാവം കുട്ടികൾ തന്നെ. ഇത്തവണത്തേക്ക് മാഡം ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേഡം ഏത് യുഗത്തിലാണ് ജീവിക്കണത്? എന്തേ? നിങ്ങളെ കണക്ക് ഓൾഡ് ജനറേഷൻ ഒന്നും അല്ല. ഇപ്പോഴത്തുള്ള പെമ്പിള്ളാരും പയ്യന്മാരും ഒരുമിച്ചാണ് ജീവിക്കണത് അവിടെ സിറ്റിയിലുള്ള ഹോസ്റ്റലിലൊക്കെ, മനസ്സിലായേ? ശിവ കേട്ടോ, മാഡം പറഞ്ഞ കേട്ടോ അവൻ. എന്നാലേ അതൊന്നും ഇവിടെ നടക്കത്തില്ല, മനസ്സിലായല്ലോ? കഷ്ടം തന്നെ. ഞാൻ നാട്ടുകാരെ കൊണ്ട് നല്ല പേരെടുപ്പിച്ചിട്ടാണ് ഈ ഹോസ്റ്റൽ നടത്തുന്നത്. വൃത്തികേട് പേരെടുക്കാൻ ഞാൻ തയ്യാറല്ല. പെട്ടെന്ന് ഇറങ്ങിക്കോ. ആര്? ഇതാ ഈ 3 പേര്. മാഡം ഞങ്ങളോട് ക്ഷമിക്കണം, മാഡം ഒരു പുരുഷ വിരോധിയാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സോറി പ്ലീസ്. നീ എന്തിനു ചാരി ഇവരുടെ കാല് പിടിക്കണത്? ചേട്ടാ എടാ, നിന്നോട് ആരാടും കൂടെ വരാൻ പറഞ്ഞേ? ഞാൻ വിളിച്ചാ നിന്നെ. കേട്ടല്ലോ? കണ്ടോ? ഇറങ്ങിക്കോ. അത് മാത്രല്ല, ഇങ്ങനെ പെമ്പിള്ളേരൊക്കെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ വരാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുക, വിസിറ്റേഴ്സ് അലൗഡ് ആണോ, മര്യാദ ഉണ്ടാ നിനക്ക്? അതെ, അത് കറക്റ്റ് ആണ്. നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. കാപ്പറി ഒരുമാതിരി ചാരു ചങ്കി കൊള്ളുന്ന വർത്തമാനം പറഞ്ഞാൽ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. ദേ പവി, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മാഡത്തിനെ വിഷമിപ്പിച്ച നിന്റെ കമ്പനി പോയിട്ട് നിന്റെ ഒന്നും എനിക്ക് വേണ്ട. പറഞ്ഞു കൊടുക്ക്. ചാരു, ഞാൻ ഒരു കാര്യം പറയും, ഇവരെ കണ്ടിട്ട് ചുമ്മാ ഒരുമാതിരി കേട്ടല്ല, ഇറങ്ങിക്കോ. കാര്യം പറയാം. മര്യാദക്ക് നടത്തുന്ന ഹോസ്റ്റലാ നാണം കെടുത്താൻ വന്നിരിക്കുന്നു. എന്റെ പൊന്നിങ്ങനെ ഞാൻ മാഡം സോറി. ഒരു കാര്യം ചെയ്യ്, മര്യാദക്കകത്ത് പോ. ഇനി മേലാൽ നിങ്ങളെ അന്വേഷിച്ച് ഏതെങ്കിലും പുരുഷൻ ഇവിടെ വന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടാകത്തില്ല, മനസ്സിലായല്ലോ? വന്നാ അന്ന് പെട്ടിയും കിടക്കെടുത്ത് എല്ലാരും വെളിയിലിറക്കും. ഇല്ല മാഡം, ഞങ്ങൾ ഇനി അങ്ങനെ ഒന്നിനും വരത്തില്ല. ആരും ഞങ്ങളെ കാണാനും വല്ല, ഞങ്ങളൊന്നും ആരെയും കാണുന്നില്ല. ഉറപ്പാണല്ലോ? കോളത്തോട്ട്. ശരി മാഡം, താങ്ക് യു. നല്ല അനുസരണയുള്ള പിള്ളേരല്ലേ മാഡം? നോക്കാം. അവന് വിഷമമായി കാണൂലേ? നീ ഇതൊരു ടെൻഷൻ ആവാതെ അവനമ്മയുടെ സിറ്റുവേഷൻ മനസ്സിലായി കാണും. എന്നാലും ആ പുള്ളിക്കാരിയുടെ ഫ്രണ്ടില് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവൻ്റെ അടുത്ത്. അല്ലെങ്കിൽ കാണാറുണ്ട്, അവരപ്പത്തന്നെ അടിച്ചിറക്കിണ്ട് നമ്മളെ കൂടെ. ഒരു വിധത്തിൽ കിട്ടിയതല്ലേ. ടീന എന്തേലും പറഞ്ഞ് അവനെ സോപ്പിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളത്. ഒരു വിധം അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ നീ നേരത്തെ അങ്ങനെ ബിഹേവ് ചെയ്ത് വളരെ മോശമായി പോണ നല്ല വിഷമമായിട്ടോ. എടി ഞാൻ എന്ത് ചെയ്യാനാടി, ഞാനിപ്പോ ആകെ ഡെസ്പായിട്ടിരിക്കുവാണ്. അവന് മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവര് നമ്മൾ പുറത്താക്കുമായിരുന്നു ഡ്രാമ കളിച്ചില്ലായിരുന്നെങ്കിൽ. ഇപ്പൊ ചുട്ടുകുട്ടി വിളിയായിരുന്നു ഞാനെ. പക്ഷെ അവന് മനസ്സിലായിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു നടക്ക് പോവില്ല, നമ്മൾ വേണ്ട മുൻകരുതലെടുക്കണം. ഇങ്ങനെ അവർ ഇത്ര സ്ട്രിക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വേറെ ഹോസ്റ്റൽ നോക്കേണ്ടി വരും. ആന്ന് എന്തൊരു സ്വഭാവമാണ്, പുറത്തു പോകാൻ പാടില്ല, ഇവിടേക്കാരും വരാൻ പാടില്ല. ഇതെന്താ ജയിലോ? നിങ്ങൾ എന്തീ പറയണേ, വേറെ ഹോസ്റ്റൽ നോക്കാനാ? ഇവരൊരു മയത്തിലൊക്കെ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും എനിക്ക് തോന്നണത്. എടി നമ്മൾ ആദ്യം തന്നെ ഇവരെ നന്നായിട്ട് നിരീക്ഷിക്കാം. ഓരോരുത്തർക്ക് ഞാൻ ഓരോ ടാസ്ക് തരാം. എന്നിട്ട് നമുക്ക് ഇവരെ പഠിക്കണം. ഇവരെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്, മീൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവും. ഐഡിയ ഉണ്ടോ കയ്യിൽ? എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് രവിച്ചേട്ടനെ അങ്ങോട്ട് പൊക്കാം. പുള്ളിക്ക് ആകുമ്പോൾ മാഡത്തെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിയാം. പോയിന്റ് ആ വഴിക്ക് നമ്മളൊരു ട്രാക്ക് പിടിച്ചാൽ കറക്റ്റ് അവരുടെ എല്ലാ വീക്ക്നെസ്സും നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കറക്റ്റാ. അപ്പം നമ്മൾ ആദ്യത്തെ ലക്ഷ്യം ഈ പറഞ്ഞ രവിച്ചേട്ടനെ പുള്ളിക്കാരിയുടെ ശത്രുവാക്കി മാറ്റണം. എന്നിട്ട് ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ അമ്മാവനെയും അവന്തിനെയും കൊണ്ടുവരണം. നമ്മുടെ ഈ ഒരു ഗ്യാങ് സ്ട്രോങ് ആക്കണ്ടേ? പക്ഷെ അതിന് അയാൾ വീഴുവോ? നീ എന്തൊന്നാടി പറയണേ, വെറുതെ പോയി ചേട്ടാ വീഴുന്ന പറഞ്ഞ വീഴുവോ? അതിനൊക്കെ കറക്റ്റ് ആയിട്ടിരുന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാം. നീ വലിയ ജേർണലിസ്റ്റ് എന്നല്ലേ പറഞ്ഞേ, ഒന്ന് കണ്ടുപിടിക്ക് പുതിയ ഐഡിയ. ആ കുന്തം അവൾക്ക് ബോംബെന്ന് ഇനി അതിനു വേണ്ടി വേറെ ആരെങ്കിലും ധാരാവിന്ന് വിളിക്കും. അവക്കറിയാം തള്ള. എനിക്കിട്ട് താങ്ങാതെ നിങ്ങൾ ഐഡിയ ആലോചിക്കും. ചേട്ടൻ കുക്കല്ലേ, നമുക്ക് ആ വഴിക്കൊരു ട്രാക്ക് പിടിച്ചാലോ? ആലോചിക്കാവുന്നതാണ്. അതിൽ വേറൊരു വഴിയുണ്ട്. എടി കിട്ടിയടി ആളുമാർക്ക് ശരിക്കും കിട്ടി. എന്തിന്? നേരത്തെ ആ ചൊല്ലൻ ചെറുക്കനില്ലേ, അത് ഷായുവിന്റെ ഫ്രണ്ടാ. ഇവിടെ വിസിറ്റേഴ്സ് അലോഡല്ലെന്ന് പറഞ്ഞ് മാഡം വൃത്തിക്ക് കൊടുത്തതാ കേട്ടെ. ആര് പറഞ്ഞു? ആ രവിചേട്ടൻ. അപ്പൊ നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ ആ മാഡം വന്ന് ചെയ്തോളും. ആ ഇപ്പഴാ ഒന്ന് സമാധാനായേ. May I come in, madam? Yes, come in. വരൂ. എന്താ എല്ലാരും കൂടി? ഞങ്ങളൊന്ന് മാഡത്തിനോട് സംസാരിക്കാൻ വന്നതാ. മാഡത്തെ കാണുമ്പോ എനിക്ക് പലവട്ടം ഇങ്ങനെ പറയണം എന്നിങ്ങനെ വിമ്പി വരികയാണ്. എന്ത് പറയല്ലേ, മാഡത്തെ കാണുമ്പോ എനിക്ക് എന്റെ മാമി ഓർമ്മ വരും. എന്റെ അച്ഛനായിരുന്നു മാമി, എനിക്ക് അമ്മയായിരുന്നു, എനിക്ക് എന്റെ അമ്മാവും വരുമായിരുന്നു, എനിക്ക് എന്റെ മാമി. എന്താ പറഞ്ഞ? അത് പിന്നെ അവളുടെ മാമിയായിരുന്നു, അവൾക്ക് എല്ലാം എന്ന് പറയുമായിരുന്നു. എന്നിട്ട് എന്റെ മാമി ഉണ്ടല്ലോ കഴിഞ്ഞ മാസം 9-ാം തീയതി മരിച്ചുപോയി മാഡം. അയ്യോ, എങ്ങനെ മരിച്ചു? അതൊരു വലിയ കഥയാണ് മാഡം, വലിയ കഥയാണ്. വലിയ കഥയാണെങ്കിൽ ഇപ്പൊ പറയണ്ട, നമുക്കത് പിന്നെ പറയാം. അയ്യോടല്ല, അവൾ ഷോർട്ടാക്കി പറയില്ലേ? എന്റെ മാമി മാഡത്തെ പോലെ ഒരു പുരുഷ വിരോധിയായിരുന്നു. അത് മാത്രമല്ല മാഡം, എന്റെ മാമിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നും മാമി കപ്പ കഴിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നും കഴിക്കും. അങ്ങനെ കപ്പ കഴിച്ച് ഗ്യാസ് കയറി നെഞ്ചിനകത്ത് വേനെടുത്തതാ ഇവിടെ. നെഞ്ചെവിടെയാണോ? അല്ല മാഡം, ഇവിടെ ഇവിടെ നെഞ്ചിനകത്ത് വേനെടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്റെ മാമിനെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ എന്റെ മാമി പുരുഷ വിരോധിയാണല്ലോ മാഡത്തിനെ പോലെ. അതുകൊണ്ട് എന്റെ മാമി ദേ ഇങ്ങനെ ഒറ്റ കാലിൽ നിന്നു, പുരുഷന്മാരെന്നെ സ്പർശിക്കാൻ പാടില്ല, എനിക്കൊരു പുരുഷനും ചികിത്സ ചെയ്യണ്ടെന്ന്. അവിടെ ലേഡി ഡോക്ടർമാർ ആരും ഉണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്നു മാഡം. ലേഡി ഡോക്ടർ വന്നപ്പോഴത്തേക്ക് എന്റെ മാമിയുടെ കാറ്റ് പോയി. അല്ല, ഈ ലോകത്തോടെ എന്റെ മാമി ഇവിടെ പറഞ്ഞു. കപ്പ കഴിച്ച ആള് മരിച്ചു പോവോ? കപ്പയുടെ ഗ്യാസ് അല്ലായിരുന്നു മാഡം, മാമിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിരുന്നു. മാഡം എങ്ങനെയാണ് പുരുഷ വിരോധിയായെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞൂട്ടോ. നിങ്ങൾ എന്തറിഞ്ഞു? അല്ല, അത് പിന്നെ മാഡം രവിച്ചേട്ടൻ ഞങ്ങളോടെല്ലാം പറഞ്ഞായിരുന്നു. രവി എന്ത് പറഞ്ഞു? നമ്മളടുത്ത് പ്രത്യേകം പറഞ്ഞല്ലേ രവിചേട്ടൻ അങ്ങനെ ഒന്നും പറയണ്ടാന്ന്. പറയണ്ടെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. അത് പിന്നെ മാഡത്തിനൊരു കാമുകൻ ഉണ്ടായിരുന്നെന്നും മാഡത്തിന് ആ കാമുകൻ തേച്ചിട്ട് പോയെന്നും അങ്ങനെയാണ് മാഡം പുരുഷ വിരോധി ആയെന്നൊക്കെ രവിചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങളുടെ പൊന്നു പോലുള്ള ഈ മാഡത്തിനെ ചോദിച്ചത് ആരാന്ന് പറ മാഡം,
ഞങ്ങൾക്ക് അവരോട് പ്രതികാരം ചെയ്യണം അല്ലേ? അതെ, എനിക്കും അവരോട് പ്രതികാരം ചെയ്യണം. You three of them get out from here. Get out. മിണ്ടുണ്ടോ സംഭവം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷഗാനം, മനസ്സ് വീണയിൽ. ആ പാട്ടൊക്കെ പാടുമല്ലേ? എന്ത് രസാ കേൾക്കാൻ. പാടുവോന്നോ? ഞങ്ങളുടെ അമ്പലത്തിലേ ഉത്സവത്തിന് ഭജന പാടുന്ന ആരാന്നാ? ആരാ? ഈ ഞാൻ. അയ്യോ വിശ്വസിക്കാൻ പറ്റണില്ല ചേട്ടാ. അതിശയായിരിക്കുന്നു. അയ്യോ ഇത് കള്ളമല്ല, വിശ്വസിക്കാം. ആ ചേട്ടാ അവള് ചുമ്മാ ഒരു അതിശോക്തി പറഞ്ഞതാ. ആണോ? എന്നാലുവേ ഇത്രയും കഴിവുള്ള ഈ ചേട്ടൻ എന്താ ഇങ്ങനെ ഒരു കുക്കായിട്ട് അങ്ങ് ഒതുങ്ങി കൂടിയത്? അയ്യോ അങ്ങനെ വെറും കുക്കൊന്നും അല്ല. നിങ്ങൾ ഈ ആറന്മുള വള്ളസദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ആറന്മുള വള്ളസദ്യ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ അവിടെ പോയി ഭക്ഷണം കഴിക്കണം. ചേട്ടൻ അതിന്റെ ഇൻചാർജ് ആണോ? ഞാനല്ല, എന്റെ വകയിലൊരു അമ്മാവനാ. ഞങ്ങളെ പാരമ്പര്യമായിട്ട് പ്രശസ്തരായ കുക്കുകളാ, പാചകക്കാരാ. ഈ പ്രശസ്തരായ സിനിമാ നടന്മാര്, മന്ത്രിമാര്, അങ്ങനെ പ്രശസ്തരായ ആൾക്കാരുടെ എല്ലാം വീട്ടിൽ പാചകത്തിൽ നിൽക്കുന്നേ ഞങ്ങളുടെ കുടുംബക്കാരാ. പിന്നെ എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ രക്ഷപ്പെടാതെ പോയിട്ടുള്ളൂ. അത് പിന്നെ എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഒരു ഗതി പിടിക്കാത്തവൻ. ചേട്ടൻ പറയട്ടോ. പറഞ്ഞേക്കാണെന്ന് നേരമില്ല. മാഡത്തിനെ ജ്യൂസ് കൊടുക്കാൻ സമയമായി. ഈ വൈകിപ്പോയാലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റ് വൈകാൻ പാടില്ല മാഡത്തിന്. ചേട്ടന് മാഡത്തിന് നല്ല പേടിയാന്ന് തോന്നുന്നല്ലോ. പേടിയോ? ആ എനിക്കോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? പിന്നെ എനിക്ക് മാഡത്തിന്റെ പേടിയൊന്നുമില്ല. എനിക്ക് മാഡത്തിനെ നല്ല ആരെയും പേടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ മാഡത്തിനെ പേടിക്കുന്നത്? അങ്ങനെ ആരെയും പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഇപ്പൊ തന്നെ മാഡം എനിക്ക് ആവശ്യത്തിന് റെസ്പെക്ട് തരുന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് കൊണ്ട് എന്റെ പണി നോക്കിപ്പോയാനെ. അറിയോ? അയ്യോ എവിടെ? ഇപ്പൊ മനസ്സിലായി ചേട്ടാ ചേട്ടൻ മാഡത്തിന് തീരെ പേടിയില്ല. അത് പേടിയൊന്നും അല്ല മക്കളെ. പ്രായത്തിന് മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അത് വേണം ചേട്ടാ. പക്ഷെ ചേട്ടൻ ഇപ്പൊ മാഡത്തിന്റെ അടുത്തേക്ക് പോകാതിരിക്കുന്ന നല്ലത്. അതെ അത് ശരിയാണ് ചേട്ടാ. ഞങ്ങൾ വെറുതെ ഒരു കുശലം ചോദിക്കാൻ വേണ്ടി പോയപ്പോ തന്നെ വൻ കലിപ്പ്. എനിക്ക് തന്നെ മാഡത്തിന് ചെറിയ മൂഡ് സ്വിങ്സ് ഉണ്ടെന്നാ തോന്നുന്നത്. ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ. ഇല്ലെങ്കിൽ നമ്മളോട് ഇത്രയും ചൂടാവേണ്ട കാര്യമുണ്ടോ മാഡത്തിന്? അതെ മാഡം നിങ്ങളോട് ചൂടായതേ നിങ്ങൾ കുട്ടികളായതുകൊണ്ടാ. മാഡം എന്റെ അടുത്ത് അങ്ങനെ ചൂടാവില്ലല്ലോ. എന്നോട് മുഖം കറുപ്പിച്ചൊരു വാക്ക് പോലും പറയില്ലല്ലോ. സത്യം പറഞ്ഞാൽ മാഡത്തിന് എന്നെ ഒരു പേടിയുണ്ട്. ചേട്ടനെ കണ്ട ആർക്കാണെങ്കിലും ഒരു പേടി തോന്നും. ആക്കിയതാണ്. അയ്യോ അല്ലല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ചേട്ടൻ്റെ ഈ ലുക്കും ആ ഗാംഭീര്യം ഒക്കെ കാണുമ്പോ ആർക്കാണെങ്കിലും ഒരു പേടി തോന്നത്തില്ലേടി? പിന്നെ ഉറപ്പായിട്ടും. പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു. ഇതിൽ കൂടുതൽ ഗാംഭീര്യവും പൗരുഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാറടി പൊക്കവും അതിനൊത്ത വണ്ണവും. ഇപ്പൊ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ലേ. എവിടെ നേരം ചെറുതായി പോയതായിരിക്കും അല്ലേ? എന്നാ തോന്നുന്നു. ചേട്ടാ ജ്യൂസ് തണുത്തോണ്ടിരിക്കുവല്ലേ, ചേട്ടൻ പോയി കൊടുക്കാൻ നോക്കും. അയ്യോ ഞാൻ വർത്താനം പറഞ്ഞതേ അതങ്ങ് മറന്നുപോയി. ഞാൻ പോയിട്ട് വരാവേ. നമുക്ക് പുറകെ പോയി നോക്കിയാലോ? ഇപ്പോഴല്ല, ആദ്യം കിട്ടട്ടെ, എന്നിട്ട് നൈസായിട്ട് നമുക്ക് ചെല്ലാം. പണിയാണ് എടുത്ത് പിഴിഞ്ഞുണക്കാനിടും. അല്ലെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്ത് വിളിക്കുന്നത്? ഞാൻ സ്നേഹത്തോടെ ജ്യൂസ് തരട്ടെന്നല്ലേ ചോദിച്ചുള്ളൂ. അല്ലെങ്കിൽ പല നേരത്ത് പല സ്വഭാവം തള്ളയ്ക്കും. ഒരട്ട തള്ള. മക്കളെ ഫസ്റ്റ് അറ്റംപ്റ്റ്